അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഖത്മുൽ ഖുർആന്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ 47ാമത്തെ ക്ലാസ്സാണ്. സാധാരണക്കാർക്ക്, മുതിർന്നവർക്ക് പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ് ആണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മനോഹരമായിട്ട് നമുക്ക് പാരായണം ചെയ്യാം. ഏതൊരാൾക്കും നമ്മുടെ ഓത്തിനെ മനോഹരമാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ചെറിയ ചെറിയ ടിപ്സുകളാണ് പറഞ്ഞു തരുന്നത്. ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഓത്തിന് ചെറിയ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു അതിനൊക്കെയുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ഖത്മുകൾ തീർക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സൂറത്തുൻ നിസാഇന്റെ 76ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين آمنوا يقاتلون في سبيل الله والذين كفروا يقاتلون في سبيل الطاغوت فقاتلوا أولياء الشيطان إن كيد الشيطان كان ضعيفا. തുടക്കത്തിൽ അലിഫും ലാമുമാണ്. വസിലിന്റെ ഹംസയാണ് തുടക്കത്തിലുള്ളത്. ഒരു സ്വാദിന്റെ ചെറിയ ഒരു ചിഹ്നമുള്ള ഒരു അലിഫാണ്, ഹംസയാണ് തുടക്കത്തിലുള്ളത്. അതിന് ഫത്ഹ കസ്റ ഒന്നുമില്ല. അലിഫും ലാമുമാണ് വന്നതെങ്കിൽ തുടക്കത്തിൽ അലിഫുണ്ട്, പിന്നെ അതിന് ശേഷം ലാമുമാണ് വന്നതെങ്കിൽ പിന്നെ അവിടെ ഒന്നും നോക്കേണ്ട, അവിടെ ആ എന്നാണ് വായിക്കേണ്ടത്. കാരണം അവിടെ വസിലിന്റെ ഹംസക്ക് ആ അലിഫിന് ഫത്ഹ ഇല്ല, കസ്റില്ല, ലൊമ്മുമില്ല. ലൊമ്മിന്റെ ഇതൊന്നും ചിഹ്നമില്ല. പക്ഷെ അലിഫും ലാമും വന്നാൽ പിന്നെ അവിടെ ഒന്നും നോക്കണ്ട. الذين آمنوا يقاتلون في سبيل الله الذين آمنوا يقاتلون في سبيل الله والذين كفروا يقاتلون في سبيل الطاغوت. നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം. അവസാനം സുക്കൂൻ ചെയ്യണം അല്ലേ? തൻവീൻ ഫതുഹോ നീട്ടാനുള്ള സ്ഥലമോ അല്ലെങ്കിലൊക്കെ അവസാനം സുക്കൂൻ ചെയ്യണം. അതിന് സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്, വാവാണ്. നീട്ടാനുള്ള അക്ഷരമാണ് വന്നതെങ്കിൽ നീട്ടാനുള്ള അക്ഷരം അലിഫ് വരാം, യാ വരാം, വാവ് വരാം. മൂന്നാലൊന്ന് വന്നാൽ അല്പം നീട്ടണം. ഫീ സബീലി ത്വാഗൂതി ഫഖാതിലൂ ഔലിയാ അശ്ശൈത്വാൻ. അവിടെ മദ്ദുണ്ട്. ഒന്ന് മദ്ദ് മുൻഫസിലാണ്, മറ്റൊന്ന് മുത്തസിലാണ്. ഈ മുത്തസിലും മുൻഫസിലും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുത്തസിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഔലിയാ അശ്ശൈത്വാൻ, ഷൈത്വാൻ എന്ന് പറഞ്ഞു നിർത്തിയപ്പോൾ നൂന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുണ്ട് അല്ലേ? അതിന്റെ ശേഷം ഒരു ചെറിയൊരു അലിഫുണ്ട്. ചെറുതായാലും വലുതായാലും നീട്ടൽ ഒരുപോലെയാണ്. ഷൈത്വാൻ അത് മദ് ആരിലാണ്. ഔലിയാ അശ്ശൈത്വാൻ യാ എന്ന് നീട്ടാൻ വന്നു. നീട്ടാൻ വന്നതിന് ശേഷം ഹംസ വന്ന് അ എന്ന് വന്നത് അതേ വാക്കിലാണ്. അതേ വാക്കിലായതുകൊണ്ട് മദ് മുത്തസിൽ. ഇവിടെ നോക്കി ഫഖാതിലൂ ഔ, അവിടെ ഫഖാതിലൂ എന്ന് വാവ് വന്നു. അതിന് ശേഷം ആ ഔ എന്ന് വന്ന് അടുത്ത വാക്കിലാണ്. അപ്പൊ അതാണ് മദ് മുൻഫസിൽ. രണ്ടും വേറിട്ട് വരുമ്പോൾ മദ് മുൻഫസിലാണ്. ഒരേ വാക്കിലാണ് വന്നതെങ്കിൽ ഔലിയാ മദ്ദക്ഷരത്തിന് ശേഷം അതേ വാക്കിൽ ഹംസ വന്നാൽ മുത്തസിൽ. അടുത്ത വാക്കിലാണ് ഹംസ വന്നത്. ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ അല്ലേ? ഇത് വന്നാൽ മദ് മുൻഫസിലാണ്. ഇന്ന കൈദ ശൈത്വാനി കാന ളഈഫാ.
തൻവീൻ ഫത്ത് ആകുമ്പോൾ നിർത്തേണ്ടത് ലഈഫ, ഒരു അലിഫ് കൊടുത്തിട്ടാണ് നിർത്തേണ്ടത്. ബാക്കിയുള്ളതൊക്കെ സുക്കൂൻ ചെയ്യാം. അല്ലദീന ആമനു, അവിടെ നിർത്തുമ്പോ ആമനു, കാരണം നീട്ടാനുണ്ട്, നീട്ടാനുള്ള സ്ഥലം തൻവീൻ ഫത്ത്. അവിടൊക്കെ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാ, ഹാത്താവ് തൻവീൻ ഫത്ത് നോക്കണ്ട, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാ, തൻവീൻ ഫത്ത് ആണെങ്കിൽ ഒരു അലിഫ് കൊടുത്തിട്ട് നിർത്തുക. അവിടെ ശേഷം അലിഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ലഈഫൻ എന്നതിന് ശേഷം ഒരു അലിഫ് ഉണ്ട്, ലഈഫ, അവിടെ ഞാൻ അലിഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ തൻവീൻ ഫത്ത് ആണോ, കാരണം പ്രത്യേകം പറയാൻ കാരണം എല്ലാ പദത്തിനും അവസാനം അലിഫ് ഉണ്ടായിക്കൊടുന്നില്ല. ഹംസയാണ് വന്നതെങ്കിൽ അവസാനം തൻവീൻ ഫത്ത് പിന്നെ മാത്രമേ ഉണ്ടാവുള്ളൂ, അലിഫ് ഉണ്ടാവില്ല. അവിടെയും അലിഫ് കൊടുത്തിട്ടാണ് നിർത്തേണ്ടത്. ഷാഅൻ എന്ന് വന്നാൽ ഷാഅ എന്നാണ് ഉച്ചരിക്കേണ്ടത്. الذين آمنوا يقاتلون في سبيل الله والذين كفروا يقاتلون في سبيل الطاغوت فقاتلوا أولياء الشيطان إن كيد الشيطان كان ضعيفا. എഴുപത്തിയേഴാമത്തെ ആയത്ത്. അലം തറ ഇലല്ലദീന ഖീല ലഹും, അലം തറ ഇലല്ലദീന, റ എന്നുള്ളത് വായ നിറച്ച് പറയണം. അലം തറ എന്നല്ല, അലം തറ ഇലല്ലദീന ഖീല ലഹും കുഫൂ ഐദിയക്കും. കുഫു കണ്ടില്ലേ, അവിടെ നീട്ടാൻ വാവ് വന്നു. ശേഷം ഐദിയക്കും എന്ന അടുത്ത വാക്കിലാണ് ഹംസ ആ എന്ന് വന്നിട്ടുള്ളത്, മദ് മുൻഫസിലാണ്. കുഫു ഐദിയക്കും വഅഖീമുസ് സ്വലാത വആതുസ് സകാത്ത് ആണ് അവസാനം വന്നത്. തായിനെ മാറ്റി സുക്കൂനുള്ള ഹ ആക്കി കൊടുക്കണം അവസാനം നിർത്തുകയാണെങ്കിൽ. വആതുസ് സകാത്ത് ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിലും അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സകവാത്ത എന്ന് വായിക്കരുത്, സകവാ എന്ന് വായിക്കരുത്, സകവാത്ത ഫലമ്മ എന്ന് വായിക്കരുത്. വാവിന്റെ മുകളിൽ കുഞ്ഞ അലിഫ്, ചെറിയ ഒരു അലിഫ് ഉണ്ടെങ്കിൽ അത് അലിഫായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. വാ എന്ന് വായിക്കരുത്, സകവാത്ത എന്നല്ല, സകാത്ത. زكاة وآتوا الزكاة فلما كتب وآتوا الزكاة കാരണം നിർത്തുമ്പോൾ അങ്ങനെയാണ്, നിർത്താതിരിക്കുമ്പോൾ زكاة فلما وآتوا الزكاة فلما كتب عليهم القتال മുൽ കൂട്ടി വയ്ക്കൽ ഇങ്ങനെ അലൈഹിമുൽ, അങ്ങനെ ഓതുമ്പോൾ ഇങ്ങനെ കൂട്ടി തുടക്കത്തിൽ പിന്നെ ഓതി പരിചയം ഇങ്ങനെ ഓതി ഇങ്ങനെ ശീലമാകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, തീരെ ഓതാൻ അറിയാത്ത ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അലൈഹിമുൽ ഖിതാലു, മുൽ ഖിതാ, അലൈഹിമുൽ ഖിതാലു, മു അല്ലെ, പിന്നെ ഒരു അലിഫാണ്, ആ അലിഫ് ഉച്ചരിക്കൂല, വസലിന്റെ ഹംസ എന്ന് പറയും, ചേർത്തി ഓതുമ്പോ അത് ഉച്ചരിക്കൂല. അപ്പൊ അടുത്ത ലാമിന് സുക്കൂൻ ഉണ്ടായത് കൊണ്ട് ലാമിന് സുക്കൂനോടുകൂടെ പറയാം. ലാമിന് സുക്കൂൻ ഇല്ലെങ്കിൽ പിന്നെ അടുത്ത അക്ഷരത്തിലേക്കേ നോക്കേണ്ടത്. ഇവിടെ അലൈഹിമുൽ ഖിതാലു ഇദാ ഫരീഖും മിൻഹും യഖ്ശൗനൻ നാസ്, منهم يخشون الناس كخشية الله إذا فريق منهم
يخشون الناس كخشية الله നിർത്തി كخشية الله أو أشد ഖശിയത്തൻ എന്നാണുള്ളത്. നേരത്തെ പറഞ്ഞു തൻവീൻ ഫത്ഹ് ആണെങ്കിൽ ഖശിയത്ത എന്നാണ് പറയുന്നത്. ഹാത്താ അതിൽ പെടില്ല. നേരത്തെ പറഞ്ഞല്ലോ കാന ളഈഫ തൻവീൻ ഫത്ഹ് ആണ്. തൻവീൻ ഫത്ഹ് ഉള്ളിടത്ത് അലിഫ് കൊടുത്തിട്ടാണ് നിർത്തേണ്ടത്. പക്ഷെ അതിൽ ഏത് പെടില്ല, ഹാത്താഗ് പെടില്ല. അവിടെ നിർത്തുമ്പോൾ ഖശിയ ഹാത്താഗ് മാറിയിട്ട് ഹ ആയിട്ട് സുക്കൂനുള്ള ഹ ആയിട്ട് മാറും. ഖശിയ ഖശിയ എന്ന് പറയുന്നത് തിരിയാൻ വേണ്ടി പറഞ്ഞാണ്. ഖശിയ 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 എന്നല്ല ഖശിയ. വഖാലു അതിന് ശേഷം ഒരു അലിഫ് ഉണ്ടില്ലേ, ആ അലിഫ് ഉച്ചരിക്കൂല. വഖാലു കാരണം ആ ചിഹ്നമുള്ളത് 0 ചിഹ്നമാണ് അല്ലേ. ആ ചിഹ്നം എന്താണ്? അത് സുക്കൂനല്ല. വഖാലു റബ്ബന ലിമ കതബ്ത അലൈന നിർത്തി അലൈന എന്നാണുള്ളത്. നിർത്തി അപ്പോ അലൈന ലിമ കതബ്ത അലൈനൽ ഖിതാൽ കൂട്ടി വായിച്ചപ്പോ അലൈനാൽ ഖിതാൽ എന്നാണ് വേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു നീട്ടാനുള്ള ചിഹ്നം വന്നു. അതിന് ശേഷം സുക്കൂനോ ശബ്ദോ വന്നാൽ അലൈന എന്ന് പറയുന്നത് ആ ചിഹ്നം ഒഴിവാകും. അലൈനൽ അലിഫ് ഇല്ലാത്തതുപോലെ അലിഫ് ഒഴിവാകുന്നതാണ്. കാരണം അലിഫിനും സുക്കൂനാണ്, പിന്നെയുള്ളത് ലാമിനും സുക്കൂനാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അലിഫ് ഒഴിവാകുന്നതാണ്. لما كتبت علينا القتال وقالوا ربنا لما كتبت علينا القتال. ലാമിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. മദ്ദ് ആരിൽ വന്നു. അവിടെ ലിമ കതബ്ത അലൈനൽ ഖിതാല ലൗലാ അഖർതനാ ഇലാ അജലിൻ ഖരീബ്. മദ്ദുകളുണ്ട്, മദ്ദ് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൗലാ അഖർതനാ ഇലാ അജലിൻ ഖരീബ്. മദ് ഒക്കെ ഇവിടെയുള്ള ഈ മദ്ദുകളൊക്കെ മദ് മുൻഫസിലാണ് അല്ലേ. അടുത്ത വാക്കിലാണ് ഹംസ വന്നിട്ടുണ്ട്. ലൗലാ അഖർതനാ ഇലാ അജലിൻ. അടുത്തടുത്ത വാക്കുകളിലാണ് മദ് മുൻഫസിലാണ്. അവിടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, മദ്ദുകൾ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക, നീട്ടുക. മദ് എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ ഒരേ രൂപത്തിൽ വരാൻ സാധിക്കും. മദ് മുൻഫസിലൊക്കെ ഒരേ രൂപത്തിൽ വരാം. قل متاع الدنيا ലാമിന് സുക്കൂനില്ല, അലിഫിനില്ല, ലാമിനില്ല. പിന്നെ രണ്ടും ഒഴിവാക്കുക. قل متاع الدنيا قليل قل متاع الدنيا قليل والآخرة خير لمن اتقى. ഖൈറുല്ലി തൻവീന്റെ ശേഷം അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ലാമോ റോ വന്നാൽ കൂട്ടി യോജിപ്പിക്കുക. ഖൈറുല്ലി എന്ന് പറയുന്നത് ഖൈറുല്ലി മനിത്തഖാ. കണ്ടില്ലേ, അലിഫാണുള്ളത്. നിർത്തിയപ്പോ അലിഫ് നീട്ടാനുള്ളത് നീട്ടിയിട്ട് തന്നെയാണ് നിർത്തേണ്ടത്. ولا تظلمون فتيلا تنوين فتح ആണ്. ولا تظلمون فتيلا تنوين فتح.
ഒന്നുകൂടെ. ألم تر إلى الذين قيل لهم كفوا أيديكم وأقيموا الصلاة وآتوا الزكاة فلما كتب عليهم القتال إذا فريق منهم يخشون الناس كخشية الله أو أشد خشية وقالوا ربنا لم كتبت علينا القتال لولا أخرتنا നിർത്തിയപ്പോൾ പിന്നെ ആ മദ്ദ ഉണ്ടാവില്ല, ചെറിയൊരു മദ്ദ ഉണ്ടാവുള്ളൂ. لولا أخرتنا إلى أجل قريب قل متاع الدنيا قليل والآخرة خير لمن اتقى ولا تظلمون فتيلا. 78ാമത്തെ ആയത്ത്. أينما تكونوا يدرككم الموت. നമ്മൾ പ്രേക്ഷകരൊക്കെ കാണുന്നവരൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. أينما تكونوا يدرككم الموت. നിർത്തിയപ്പോൾ ഇവിടെ ഒരു മദ് വന്നു. ഈ മദ്ദിന്റെ പേരെന്താണ്? നമ്മളെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം അല്ലേ, അല്ല അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം. യുദിരിക്കു, ഇവിടെയും ശ്രദ്ധിക്കുക. യുദിരിക്കുമുൽ മൗത്ത്. 2 കാഫുണ്ട്, ഒറ്റ കാഫേ ഉച്ചരിക്കുള്ളൂ. ആദ്യത്തെ കാഫിന് രണ്ടാമത്തെ കാഫിന് കൊടുക്കും. ആ കാഫ് കട്ടി കൂടുന്നു, ശബ്ദ കൂടുന്നു, അങ്ങനെ കട്ടി കൊടുത്ത് ഉച്ചരിക്കുക. യുദിരിക്കുമുൽ മൗത്ത്. ഈ മദ് പേരറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യാം. പേരറിഞ്ഞാൽ മാത്രം പോരാ, അതുപോലെ ഓതുന്നുണ്ടോ എന്ന് നോക്കുക. ഒരല്പം നീട്ടണം അല്ലേ. മൗത്ത് മൗത്ത്. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. ഫീ ബുറൂജിൻ മുശയ്യദ. ഇവിടെയുള്ള നിയമം നൗമിയാണ്. നൂന് വാവ് മീമിയ തൻവീന്റെ ശേഷം അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന്റെ ശേഷം നൗമി നൂന് വാവ് മീമിയായി എന്നീ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. ഫീ ബുറൂജിൻ മുശയ്യദ വഇൻ തുസിബ്ഹും ഹസനതുൻ യഖൂലു وإن تصبهم حسنة يقولوا هذه من عند الله. അവിടെ നീട്ടാനുണ്ടല്ലേ. يقولوا هذه من عند الله. അവിടെ നീട്ടാതെ പോകാൻ സാധ്യത ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. യഖൂലു ഹാദി എന്നല്ല, യഖൂലു ഹാദിഹി മിൻ ഇൻദില്ലാഹ്. മിൻ നൂന് സുക്കൂനുണ്ട്, ചിഹ്നമുണ്ട്. അതിനർത്ഥം അത് വെളിവാക്കാനുള്ളതാണ്, പ്രത്യേകം മിൻ എന്ന് വ്യക്തമാക്കി പറയാനുള്ളതാണ്. കാരണം എന്താണ്? ശേഷമുള്ള അക്ഷരം ഇദ്ഹാറിന്റെ അക്ഷരമായതുകൊണ്ടാണ്. ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ ഹംസ, ഐന്. നമ്മുടെ ചാർട്ടിന്റെ രൂപം എപ്പോഴും മനസ്സിലേക്കുണ്ടായിരിക്കണം. ഓതുമ്പക്ക് ഇങ്ങനെ പോകണം. ഇവിടെ എന്താ നിയമം എന്നുള്ളത് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലേക്ക് വരണം. മിൻ ഇൻദില്ലാഹ്. മിൻ ഇൻദി എന്ന് പറയാൻ പറ്റില്ല, വ്യക്തമാക്കി നൂന് വ്യക്തമാക്കി പറയാൻ പറ്റില്ല. കാരണം ദാലാണ് ശേഷമുള്ളത് ഇഖ്ഫാന്റെ അക്ഷരമാണ്, മറച്ച് മണിക്കണം. وإن تصبهم حسنة يقولوا هذه من عند الله وإن تصبهم سيئة يقولوا هذه من عندك. അവിടെ ഇഖ്ഫാ ചെയ്യണം.
من عندك قل كل من عند الله فما لهؤلاء القوم لا يكادون يفقهون حديثا തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ത് ഹദീസ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة وإن تصبهم حسنة يقولوا هذه من عند الله وإن تصبهم سيئة يقولوا هذه من عندك قل كل من عند الله فما لهؤلاء القوم لا يكادون يفقهون حديثا ما أصابك من حسنة فمن الله وما أصابك من سيئة فمن نفسك وأرسلناك للناس رسولا وكفى بالله شهيدا تنوين فتحنا شهيدا ഒന്നുകൂടെ മാ അസ്വാബക മിൻ വ്യക്തമാക്കേണ്ട അക്ഷരമാണ് ശേഷമുള്ളത് ഹ ഹംസ ഹ ഐന് ഗൈന് ഇവിടെ ഹ വന്നു ഇദ്ഹാർ ചെയ്യണം മിൻ ഇനി ഒന്നും വേണ്ട അവിടെ നൂനിന് സുക്കൂൻ ഉണ്ടെങ്കിൽ അത് വെളിവാക്കാനുള്ള നൂനാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുക നൂനിന്റെ ചിഹ്നമുണ്ട് ബാക്കിയുള്ള നൂനിന്റെ ചിഹ്നം സുക്കൂനിന്റെ ചിഹ്നം ഉണ്ടാവുകയില്ല من حسنة فمن الله وما أصابك من سيئات فمن نفسك ودنون ചിഹ്നമില്ല وأرسلناك للناس رسولا وكفى بالله شهيدا من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا من يطيع നൗമി നൂനെ വാവ് മീമ യാ ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം കൂട്ടി യോജിപ്പിക്കുക മണിക്കുകയും ചെയ്യാം മയ്യു കൂട്ടി യോജിപ്പിച്ചു മയ്യു മണിക്കും ചെയ്യാം അതാണ് ഇദ്ഗാമും ബിഗുന്ന ഇദ്ഗാമും ബിലാഗുന്നയുടെ അക്ഷരം ലാമ് റ ആണ് കൂട്ടി യോജിപ്പിക്കുക വേറൊന്നും ചെയ്യണ്ട മൻ ല എന്നുള്ളത് മല്ല മൻ ല എന്നുള്ളത് മല്ല എന്നാണ് വായിക്കാട് മിൻ റ എന്നുള്ളത് മിറ ഉദാഹരണം പറഞ്ഞാണ് വേറെ ഒന്നും ചെയ്യണ്ട എന്നാൽ ഇത് ഇവിടെ അങ്ങനെയല്ല മൻ യു എന്നാണെങ്കിൽ മയ്യു എന്ന് പോരാ മയ്യു അതാണ് ഇപ്പോൾ വ്യത്യാസം ومن تولى فما أرسلناك عليهم حفيظا 81 ويقولون طاعة فإذا برزوا من عندك بيت طائفة منهم غير الذي تقول
والله يكتب ما يبيتون فأعرض عنهم وتوكل على الله وكفى بالله وكيلا ويقولون طاعة فإذا برزوا من عندك بيت طائفة منهم غير الذي تقول والله يكتب ما يبيتون فأعرض عنهم وتوكل على الله وكفى بالله وكيلا. നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകൾ, ഇത് 47ാമത്തെ ക്ലാസ്സാണ്. മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. സ്ത്രീകളെ ഗ്രൂപ്പിലേക്കും പുരുഷന്മാരെ ഗ്രൂപ്പിലേക്കും ചേർക്കുന്നതാണ്. സ്ത്രീകളെ ഗ്രൂപ്പ് 2ാമത്തെ ഗ്രൂപ്പായിട്ടുണ്ട്, 1ാമത്തെ ഗ്രൂപ്പ് ഫുള്ളായിട്ടുണ്ട്. 2ാമത്തെ ഗ്രൂപ്പ് ഏകദേശം 300ഓളം ആളുകൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, താല്പര്യമുള്ള ആളുകൾ മാത്രം ജോയിൻ ചെയ്യുക. പിന്നെ ക്ലാസ്സുകളൊക്കെ സൗജന്യമാണ്. ആർക്കും പഠിക്കാൻ കഴിയുന്ന ഈ രൂപത്തിലുള്ള ക്ലാസ്സുകൾ വിശദമായിട്ട് വാട്സപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് ലഭിക്കാൻ വേണ്ടി പിന്നെ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പുതിയ ആളുകളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ മുമ്പുള്ള വീഡിയോകൾക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. മുമ്പുള്ള വീഡിയോ വേണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും നിങ്ങൾ മുമ്പുള്ള വീഡിയോകളൊക്കെ എന്ത് ചെയ്യും, അയച്ചു തരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ മദ്രസ ഖുർആൻ പഠന സഹായി പിന്നെ എല്ലാവർക്കും ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് ആളുകൾ ചെറിയ കുട്ടികൾക്കുള്ള രക്ഷിതാക്കൾ പിന്നെ പലരും ആവശ്യപ്പെട്ടിരുന്നു, കുട്ടികൾക്ക് പിന്നെ പഠിക്കാൻ പറ്റിയതായ രൂപത്തിൽ എന്തെങ്കിലും ക്ലാസ്സുകൾ ഉണ്ടോ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ അതിനുവേണ്ടി രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ചാനലിൽ ജോയിൻ മെമ്പർഷിപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ പിന്നെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് പറ്റിയതായ രൂപത്തിലുള്ള പിന്നെ ചെറിയ ക്ലാസ്സുകളും അതിൽ വരുന്നതായിരിക്കും. നമ്മുടെ ഈ പിന്നെ ഖത്മുൽ ഖുർആന്റെ ക്ലാസ് ഇപ്പോൾ നിലവിലുള്ള ക്ലാസ്സുകളൊക്കെ ഇപ്പം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ പുറമെ കുട്ടികൾക്ക് പറ്റിയതായ രൂപത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം. രക്ഷിതാക്കൾ ഫോൺ വെച്ചിട്ട് കൊടുക്കുന്ന രൂപത്തിലുണ്ടാവരുത്. നമ്മുടെ മേൽത്തോട്ടത്തിൽ പിന്നെ ക്ലാസ്സുകളൊക്കെ ലഭ്യമാകുന്ന രൂപത്തിൽ പിന്നെ അവർക്ക് പറ്റിയതായ ചെറിയ അക്ഷരങ്ങളും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടക്കക്കാർക്കൊക്കെ അത് ഉപകരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ 82ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا ولو كان من عند غير الله. ഇവിടെ റാഇന് കസറാണുള്ളത്, തർക്കീക്ക് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ ഫീഹി ഇഖ്തിലാഫൻ കസീറാ ലവജദു ഫീഹി. നിർത്തുകയാണെങ്കിൽ കൂട്ടി വായിക്കും, പിന്നെ അവിടുന്ന് ബാക്കി ഓതുമ്പോൾ
ഒന്നെങ്കിൽ എടുത്തു ഓതുമ്പോൾ പിന്നെ പഴയ പോലെ തന്നെ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഇഖ്തിലാഫൻ കസീറ ആ രൂപത്തിലും ഓതാം. നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ നിർത്താതെ ഓതുക. ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് വഖഫൊന്നും ഇല്ലാത്ത സ്ഥലത്ത് സാധാരണക്കാരായ ആളുകൾക്കൊക്കെ വഖഫ് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ചെറിയ ചെറിയ ചിഹ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. ബാക്കിയുള്ള സ്ഥലത്ത് നിർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പിന്നെ അതിൻ്റെതായ ഘടനയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സാധാരണക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ചിഹ്നങ്ങളൊക്കെ നിർത്താനുള്ളതാണ്. അപ്പൊ അവിടെ നിർത്താൻ, ഇനി അഥവാ വേറെ എവിടെയെങ്കിലൊക്കെ നിർത്താണെങ്കിൽ മുന്നിന്ന് എടുത്തു ഓതുക. أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا وإذا جاءهم أمر من الأمن أو الخوف അവിടെ നിർത്തിയപ്പോൾ ഫാഇന് സുക്കൂന്, തൊട്ട് മുമ്പ് വാവിന് സുക്കൂനുണ്ട് അല്ലെ. വാവിനോ യാഇനോ സുക്കൂൻ ഉണ്ടെങ്കിൽ മദ് ലീന് വരും. അവിൽ ഖൗഫ് ഒരല്പം നീട്ടുക. അവിൽ ഖൗഫ് എന്നല്ല, ഖൗഫ്. അവിൽ ഖൗഫി അദാഉ ബിഹി ولو ردوا إلى الرسول وإلى أولي الأمر منهم لعلمه الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان إلا قليلا لاتبعتم الشيطان إلا قليلا لاتبعتم الشيطان إلا قليلا وإذا جاءهم أمر من الأمن أو الخوف أذاعوا به ولو ردوه إلى الرسول وإلى أولي الأمر منهم لعلمه الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان إلا قليلا فقاتل في سبيل الله لا تكلف إلا نفسك وحرض المؤمنين عسى الله أن يكف بأس الذين كفروا أن يكف إدغام بغنيان أن يكف بأس الذين كفروا والله أشد بأسا وأشد تنكيلا فقاتل في سبيل الله لا تكلف إلا نفسك وحرض المؤمنين عسى الله أن يكف بأس الذين كفروا والله أشد بأسا وأشد تنكيلا من يشفع شفاعة حسنة يكن له نصيب منها ومن يشفع شفاعة سيئة يكن له كفل منها. ഈ ആയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നൗമി ഇദ്ഗാം ബിഗുന്ന, നൂനിന്റെ ശേഷം നൗമി, നൂന് വാവ് മീമ് യാ അല്ലേ, ഈ നാലക്ഷരത്തിൽ വന്ന് ഏതെങ്കിലും വന്നാൽ ഇദ്ഗാം ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുക. ഉദാഹരണത്തിന് മയ്യ, അതിന്റെ കൂടെ മണിക്ക മയ്യ എന്ന് പറയാം.
മൻ യശ്ഫഉ ശഫാഅതൻ ഹസന. ഷഫാഅതൻ തൻവീന് ശേഷം ഹ വന്നു, ഇദ്ഹാർ അക്ഷരം നേരത്തെ പറഞ്ഞു. ഹംസ ഹ ഖ ഐന ഗൈന. അപ്പോ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കണം. ശഫാഅതൻ ശഫാഅതൻ ഹസനതൻ യകുല്ല. ഹസനതൻ അവിടെയും ഇദ്ഗാം ബിഗുന്നയാണ്. ഹസനതൻ യകുല്ല. നൂനിന്റെ ശേഷം ലാം റാ, നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീന്റെ ശേഷം ലാം റാ വന്നാൽ ഇദ്ഗാം ബിലാ ഗുന്ന, നേരെ കൂട്ടി യോജിപ്പിക്കും, മണിക്കണ്ട. യകുല്ല നൂന് പറയേ ചെയ്യരുത്. യകുല്ലഹു നസീബും മിൻഹാ. തൻവീന് ശേഷം മീം വന്നു, നൗമീൻ നൂന് വാവ് മീം യാ. നസീബും മിൻഹാ. വമൻ യശ്ഫഅ ശഫാഅതൻ സയ്യിഅ. ഇഖ്ഫായിന്റെ 15 അക്ഷരങ്ങളുണ്ട്. അത് 15 അക്ഷരത്തിൽപ്പെട്ട ഒരു അക്ഷരമാണ് സീന്. ശഫാഅതൻ അവിടെ മണിക്കൽ കൊണ്ടുവരാം, നീയാ മണിക്കൽ കൊണ്ടുവരാം എന്ന് പറയാം. ശഫാഅതൻ സയ്യിഅതൻ യകുല്ല. ഇവിടെ കൂട്ടി യോജിപ്പിക്കണ്ട. ശഫാഅതൻ സയ്യിഅതൻ അവിടെ മണിക്കണം. സയ്യിഅതൻ യകുല്ലഹു കിഫ്ലും മിൻഹാ. وكان الله على كل شيء مقيتا. من يشفع شفاعة حسنة يكن له نصيب منها ومن يشفع شفاعة سيئة يكن له كفل منها وكان الله على كل شيء مقيتا. وإذا حييتم بتحية. മീമിന്റെ നിയമങ്ങൾ ഓർമ്മയിലുണ്ടാകണം. മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കാൻ മണിക്കുക. മീമിന്റെ ശേഷം ബ വന്നാൽ മറച്ച് മണിക്കുക. ബാക്കി ഏത് വന്നാലും മീമ് വ്യക്തമായിട്ട്, മീമിന് സുക്കൂൻ കൊടുത്താൽ വ്യക്തമായിട്ട് എങ്ങനെയാണോ വെളിവാക്കി എങ്ങനെയാണോ പറയേണ്ടത് അതുപോലെ പറയാം. ഇവിടെ മറച്ച് മണിക്കുക. ഹയ്യീതും 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 ബിതഹിയ്യ. وإذا حييتم بتحية فحيوا بأحسن منها. ഒരാൾ ഇങ്ങോട്ട് അഭിവാദ്യം ചെയ്താൽ അതിന് തിരിച്ച് മറുപടി എന്ത് ചെയ്യുക? നല്ല അഭിവാദ്യം തിരിച്ച് മറുപടി നല്ല നിലക്ക് കൊടുക്കുക. സലാം പറയുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലേ? നല്ല അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. സലാം അത് വല്ലാത്തൊരു സംഗതിയാണ്. ആരെ കാണുമ്പോഴും ഒരാള്, ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ കണ്ടുമുട്ടുമ്പോൾ യഥാർത്ഥ വിശ്വാസിയെ കണ്ടുമുട്ടുമ്പോ സലാം പറയണം. അല്ലേ? അത് അവന്റെ കടമയിൽപ്പെട്ടതാണ്. അത് വിശ്വാസിയായിരിക്കണം, യഥാർത്ഥ വിശ്വാസിയായിരിക്കണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട മുഅ്മിനീങ്ങളായ ആളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പരസ്പരം എന്ത് ചെയ്യുക? സലാം പറയാം. അതൊക്കെ എന്ത് ചെയ്യാണ്? അതൊരു മുഅ്മിനിന്റെ കടമകളിൽപ്പെട്ടതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സലാം പറയുമ്പോൾ തിരിച്ചങ്ങോട്ട് നല്ല നിലക്ക് സലാം തിരിച്ചു കൊടുക്കുക. وَإِذَا حُيِّيتُم بِتَحِيَّةٍ فَحَيُّوا بِأَحْسَنَ مِنْهَا أَوْ رُدُّوهَا. ഒന്നുകിൽ തന്നതിന് തിരിച്ചു കൊടുക്കുക. അല്ലേ? അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. അതിന് നല്ല എന്താണ്? നല്ല കുറച്ച് കൂടുതലായിട്ട് കൊടുക്കുക. ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബ.
وإذا حييتم بتحية فحيوا بأحسن منها أو ردوها എന്ന് പറഞ്ഞ് നീട്ടണ്ട. അങ്ങനെ ചില ആളുകൾ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ എന്നെ നീട്ടുന്നുണ്ടോ സംശയമുണ്ട്. റുദ്ദൂഹ ആണ് നീട്ട, അങ്ങനെ നീട്ടണ്ട. അവിടെ നിർത്തുമ്പോ ആ മദ്ദ് ഉണ്ടാവില്ല. റുദ്ദൂഹ ഒരു അലിഫേ ഉണ്ടാവുള്ളൂ. നിർത്തുന്നില്ല എങ്കിൽ ഔ റുദ്ദൂഹ ഇന്നല്ലാഹ കാന അലാ കുല്ലി ശൈഇൻ ഹസീബ. 87 അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു മതി. ഹുവ എന്നാണുള്ളത്. നിർത്തുമ്പോൾ വാവന് സുക്കൂനായി പിന്നെ അത് നീട്ടാനുള്ള വാവായിട്ട് മാറി. ഇല്ലാഹു അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമഹ്. ലയജ്മഅന്നകും ശുദ്ധുള്ള മീമ് നൂനക്ക് എന്ത് ചെയ്യുക, കാണുമ്പോൾ തന്നെ മണിക്ക്, വേറെ ഒന്നും ചെയ്യണ്ട. ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസാ. വമൻ ശേഷമുള്ള ഹംസയാണ്, ഇളാർ ചെയ്യണം. വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസാ. الله لا إله إلا هو ليجمعنكم إلى يوم القيامة لا ريب فيه ومن أصدق من الله حديثا. فما لكم في المنافقين فئتين അവിടെ നിർത്തുമ്പോൾ നൂന് സുക്കൂന് തൊട്ട് മുമ്പ് യാന് സുക്കൂനാണ്, മദ്ദലീന് വരും. فئتين والله أركسهم بما كسبوا. إخفاء جيرا. أتريدون أن تهدوا من أضل الله ومن يضلل الله فلن تجد له سبيلا. فما لكم في المنافقين فئتين والله أركسهم بما كسبوا. أتريدون أن تهدوا من أضل الله ومن يضلل الله فلن تجد له سبيلا. ودوا لو تكفرون كما كفروا فتكونون سواء. നേരത്തെ പറഞ്ഞു തൻവീൻ ഫത്ത് ഹംസയാണെങ്കിൽ അവിടെ അലിഫ് ഉണ്ടാവൂല, എങ്കിലും നിർത്തുമ്പോൾ സവാഅ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. ഫതകൂനൂന സവാഅൻ ഫലാ തത്തഖിദൂ മിൻഹും ഔലിയാ. സവാഅ നിർത്തുമ്പോഴേ വരുള്ളൂ, അല്ലെങ്കിൽ ഇഖ്ഫാ വരും. സവാഅൻ ഫലാ തത്തഖിദൂ منهم أولياء حتى يهاجروا في سبيل الله فإن تولوا فخذوهم واقتلوهم حيث وجدتموهم ولا تتخذوا منهم وليا ولا نصيرا. تنوين فتح عنه. ودوا لو تكفرون كما كفروا فتكونون سواء فلا تتخذوا منهم أولياء حتى يهاجروا في سبيل الله فإن تولوا فخذوهم واقتلوهم حيث وجدتموهم ولا تتخذوا منهم وليا ولا نصيرا. إن شاء الله എൺപത്തി 89 വരെയാണ് ഓതിയിട്ടുള്ളത്. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസ്
3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീരുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. ഇൻഷാ അല്ലാഹ് ഇനി അവിടുന്ന് പിന്നെ ബാക്കിയുള്ള ക്ലാസ്സുകൾ എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവരുടെ അഭിപ്രായം കൂടി നമുക്ക് എടുക്കാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും പിന്നെ ഏകദേശം ഭൂരിപക്ഷ അഭിപ്രായങ്ങൾക്ക് നമുക്ക് എടുക്കാം. ഈ രൂപത്തിൽ തന്നെ പോയാൽ മതിയോ, അതല്ല കുറച്ച് പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ഓരോ ആയത്തുകളൊക്കെ ചെറുതൊക്കെ പറയുമല്ലോ. അപ്പം അങ്ങനെ പറച്ചിൽ കുറേയൊക്കെ നിർത്തിയിട്ട് ഓത്ത് മാത്രമായിട്ട് ഇങ്ങനെ പോയാൽ മതിയോ, എങ്ങനെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ എന്നുള്ളത് പിന്നെ ഒന്ന് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ നേരത്തെ പറഞ്ഞത് ഇവിടെ മക്കൾക്കൊക്കെ പ്രത്യേകമായിട്ട് പിന്നെ പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ചെറിയ ക്ലാസ്സുകൾ പിന്നെ അതിൽ വരുന്നതായിരിക്കും. താല്പര്യമുള്ളവർ മാത്രം അതിൽ ജോയിൻ ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോൻ്റെ നേരെ താഴെ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ നേരെ താഴെ തന്നെ ഒരു പ്രത്യേക ഒരു ജോയിൻ എന്നുള്ളതായ ഒരു ബട്ടൺ ഉണ്ടാവും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. പിന്നെ വീഡിയോകളൊക്കെ എന്ത് ചെയ്യാം, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ലൈക്ക് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഉണർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ, രോഗമുള്ളവർ, ശാരീരികമായിട്ട് പ്രയാസമുള്ളവർ, സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവർ, മാനസികമായിട്ട് പ്രയാസമുള്ളവർ ഒക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും പരിപൂർണ്ണ സലാമത്തും ഇസ്സത്തും അല്ലാഹു തആല ഐശ്വര്യവും അഭിവൃദ്ധിയും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരിൽ ഒരാളായ പ്രത്യേകം സ്ഥിരമായി നമ്മുടെ വീഡിയോകൾ കാണുന്ന സുബൈർ മഹാസിൻ നിലമേൽ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെ സഹോദരി മരണപ്പെട്ടു എന്ന് പറഞ്ഞു ഇന്നലെ. അല്ലാഹു തആല അവർക്ക് ആ മഹദിക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർസഖിയായ ജീവിതം അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. അവർ കിടക്കുന്ന ഖബറിലും അല്ലാഹു സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്ത എല്ലാ അമാലുകളും പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയൊക്കെ എല്ലാവിധ ദോഷങ്ങൾ അല്ലാഹു തആല കരിച്ചു കളഞ്ഞ് എല്ലാം കൊണ്ടും റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഈമാൻ അല്ലാഹു തആല സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് റഹ്മാനെ റബ്ബേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ധാരാളം ഖത്മുകൾ തീർക്കാനൊക്കെ ഉള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. കടമുള്ളവരുണ്ട്, സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട് റഹ്മാനെ റബ്ബേ. കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ റബ്ബേ. എല്ലാ കാര്യവും നീ ഏറ്റെടുത്ത് ഇനി സലാമത്തിലാക്കണം അല്ലാഹ്. നീ ഇസ്സത്തിലാക്കണം റഹ്മാനെ. നീ ഐശ്വര്യം നൽകണം റഹ്മാനെ. കുടുംബത്തിൽ, കുടുംബജീവിതത്തിൽ, മക്കളിൽ റഹ്മാനെ റബ്ബേ, കൂട്ടുകാരിൽ, ഞങ്ങൾ സഹപ്രവർത്തകരിൽ, ഇങ്ങനെ തുടങ്ങിയ അയൽപക്ക ബന്ധങ്ങൾ, കൂട്ടുകുടുംബങ്ങളിൽ റഹ്മാനെ റബ്ബേ എല്ലാവരിലും നീ റാഹത്തും സന്തോഷവും മഹബത്തും നീ വർദ്ധിപ്പിച്ച് നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളെ ഖൽബിൽ നീ ഇഖ്ലാസ് നൽകണം റഹ്മാനെ. തഖ്വ നൽകണം റഹ്മാനെ. പൂർണ്ണ ഈമാനിക ആവേശം നീ നൽകണം റഹ്മാനെ. പൂർണ്ണ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായിക്കൊണ്ട് അടിയുറച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. നിങ്ങളൊക്കെ ആഖിബത്തിനെ നന്നാക്കി തരണം റഹ്മാനെ. ആരെല്ലാം ഏതെല്ലാം സമയത്ത് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെ ഉദ്ദേശങ്ങൾ അറിയുന്ന റഹ്മാനെ റബ്ബെ നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. പ്രയാസമുള്ള, സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവർക്കും നീ ഇസ്സത്ത് നൽകണം റഹ്മാനെ, ഐശ്വര്യം നൽകണം റഹ്മാനെ. ഏതെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും നീ നല്ല റാഹത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. നല്ല ഭംഗിയിൽ അതൊക്കെ നിർവഹിക്കാനൊക്കെ ഉള്ള തൗഫീഖ്, കടങ്ങളൊക്കെ കൂട്ടാനൊക്കെ ഉള്ള മാർഗങ്ങളൊക്കെ നീ എളുപ്പമാക്കി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട ഒരു അവസ്ഥ നീ വരുത്തല്ല റഹ്മാനെ. നീ റഹ്മാനെ റബ്ബേ നിന്റെ കാരുണ്യം കൊണ്ട് റഹ്മാനെ റബ്ബേ ഞങ്ങളിൽ നീ
കാരുണ്യം നീ ചൊരിയണേ റഹ്മാനെ, നീ ബറക്കത്ത് നൽകണ റഹ്മാനെ, ഐശ്വര്യം നൽകണ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ഏതെല്ലാം മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊക്കെ നീ എളുപ്പമാക്കി തരണം റഹ്മാൻ. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസമുള്ളവരുണ്ട്, ഓതാൻ പ്രയാസമുള്ളവർ, നിസ്കരിക്കാൻ പ്രയാസമുള്ളവർ, അതുപോലെ തന്നെ മറ്റുള്ള ജോലികൾ ചെയ്യാൻ പ്രയാസമുള്ളവർ, സഹോദരന്മാരൊക്കെ ഉണ്ട്. വീട്ടിലുള്ള ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്, ഉപ്പമാരുണ്ട്, ഉപ്പാപ്പമാർ, ഉമ്മാമ്മമാർ, റഹ്മാനെ റബ്ബേ, മക്കളുണ്ട്. ഇങ്ങനെ പലതരക്കും പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗമുള്ളവരുണ്ട്. റഹ്മാനെ റബ്ബേ, വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തീങ്ങൾ, സഹോദരന്മാരൊക്കെ നമ്മുടെ ഈ പ്രേക്ഷകരിലുണ്ട്. റഹ്മാനെ റബ്ബേ, നല്ല ആഫിയത്തും നല്ല സിഹത്തും ഖുവ്വത്തും ഓർമ്മശക്തിയും അഖലും നീ ഹിഫ്ളും പ്രദാനം ചെയ്യണേ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് കൂടെ എല്ലാവരും ഒന്ന് ഓതി നോക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا يقاتلون في سبيل الله والذين كفروا يقاتلون في سبيل الطاغوت فقاتلوا أولياء الشيطان إن كيد الشيطان كان ضعيفا. ألم تر إلى الذين قيل لهم كفوا أيديكم وأقيموا الصلاة وآتوا الزكاة فلما كتب عليهم القتال إذا فريق منهم يخشون الناس كخشية الله أو أشد خشية وقالوا ربنا لم كتبت علينا القتال لولا أخرتنا إلى أجل قريب قل متاع الدنيا قليل والآخرة خير لمن اتقى ولا تظلمون فتيلا. أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة وإن تصبهم حسنة يقولوا هذه من عند الله وإن تصبهم سيئة يقولوا هذه من عندك وإن تصبهم سيئة يقولوا هذه من عندك قل كل من عند الله فما لهؤلاء القوم لا يكادون يفقهون حديثا. ما أصابك من حسنة فمن الله وما أصابك من سيئة فمن نفسك وأرسلناك للناس رسولا وكفى بالله شهيدا. من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا.
ويقولون طاعة فإذا برزوا من عندك بيت طائفة منهم غير الذي تقول والله يكتب ما يبيتون فأعرض عنهم وتوكل على الله وكفى بالله وكيلا أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا وإذا جاءهم أمر من الأمن أو الخوف أذاعوا به ولو ردوه إلى الرسول وإلى أولي الأمر منهم لعلمه الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان إلا قليلا فقاتل في سبيل الله لا تكلف إلا نفسك وحرض المؤمنين عسى الله أن يكف بأس الذين كفروا والله أشد بأسا وأشد تنكيلا من يشفع شفاعة حسنة يكن له نصيب منها ومن يشفع شفاعة سيئة يكن له كفل منها وكان الله على كل شيء مقيتا وإذا حييتم بتحية فحيوا بأحسن منها أو ردوها إن الله كان على كل شيء حسيبا الله لا إله إلا هو ليجمعنكم إلى يوم القيامة لا ريب فيه ومن أصدق من الله حديثا فما لكم في المنافقين فئتين والله أركسهم بما كسبوا أتريدون أن تهدوا من أضل الله ومن يضلل الله فلن تجد له سبيلا ودوا لو تكفرون كما كفروا فتكونون سواء فلا تتخذوا منهم أولياء حتى يهاجروا في سبيل الله فإن تولوا فخذوهم واقتلوهم حيث وجدتموهم ولا تتخذوا منهم وليا ولا نصيرا ولا تتخذوا منهم وليا ولا نصيرا صدق الله العلي العظيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
اللهم اغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولمن ماتوا منا ولجميع أمة سيدنا مصطفى محمد صلى الله عليه وسلم وقنا وإياهم شر ما قضيت اللهم بارك لنا في رجب وشعبان وبلغنا رمضان ربنا عليك توكلنا وإليك أنبنا وإليك المصير اللهم ربنا استجب دعوتنا يا مجيب دعوة الداعين آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم